24 റൗണ്ടപ്പിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വിശദമായ റിപ്പോർട്ടുകളിലേക്ക് ഇപ്പോൾ ലഭിക്കുന്ന ഒരു വാർത്തയിലേക്ക് ആദ്യം കിടക്കുന്നു. കോഴിക്കോട് കടൽ ഉൾവലിഞ്ഞു. സ്റ്റാർബക്സിന് സമീപത്താണ് കടൽ ഉൾവലിഞ്ഞത്. കോഴിക്കോട് ബീച്ചിൽ നിന്ന് ഷഹദ് റഹ്മാൻ തത്സമയം ചേരുന്നു. ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാൻ കഴിയും. ഷഹദ്, വളരെ അകലേക്ക് കടൽ ഉൾവലിഞ്ഞു നിൽക്കുന്ന ദൃശ്യമാണിപ്പോൾ 24 സ്ക്രീനിലൂടെ പ്രേക്ഷകർ കാണുന്നത്. ഇതിൽ പല ആശങ്കകളും ചോദ്യങ്ങളും ഒക്കെ ഉയരുന്നുണ്ടെങ്കിലും സ്വാഭാവിക പ്രതിഭാസമാണ് എന്ന് വിദഗ്ധർ പറയുന്നുണ്ട്. എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? ബീച്ചിൽ എപ്പോഴാണ് ഇത്തരത്തിൽ ഈ കടൽ ഉൾവലിയുന്ന ഈ പ്രതിഭാസം കണ്ടു തുടങ്ങിയത്? അതായത് ഔദ്യോഗികമായിട്ട് ഇത് സംബന്ധിച്ച യാതൊരുവിധ അറിയിപ്പോ അല്ലെങ്കിൽ ഒരു നിർദ്ദേശമോ നമുക്ക് ലഭിച്ചിട്ടില്ല. അല്പസമയം മുമ്പ് നമ്മൾ സ്പെഷ്യൽ ബ്രാഞ്ചിലൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട യാതൊരുവിധ വ്യക്തതയും ഇല്ല എന്നുള്ള കാര്യമാണ് നമ്മെ അറിയിച്ചിട്ടുള്ളത്. മാത്രമല്ല, ഇന്ന് രാവിലെ സമാനമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അത് പൂർവ്വസ്ഥിതിയിലേക്ക് മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ വീണ്ടും പഴയ സ്ഥിതിയിലേക്ക്, അതായത് കടൽ പൂർണ്ണമായിട്ടും ഉൾവലിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നമുക്ക് ഏകദേശം ഒരു കൃത്യമായിട്ടുള്ള ഒരു കണക്ക് നിലവിലെ സാഹചര്യത്തിൽ പറയാൻ സാധിക്കില്ല എന്നുള്ളതാണ്. എന്നാൽ അതേ സമയത്ത് ഈ ഒരു പ്രതിഭാസം എപ്പം രൂപപ്പെട്ടു എന്നതും കൃത്യമായിട്ട് പറയാൻ നമുക്ക് ഇപ്പോൾ കഴിയില്ല. പക്ഷേ നമ്മൾ സ്പെഷ്യൽ ബ്രാഞ്ചുമായി ബന്ധപ്പെട്ട ഘട്ടത്തിൽ അവർ ഇവിടുത്തെ പ്രാദേശിക മത്സ്യത്തൊഴിലാളികളുമായി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ അവർ പറഞ്ഞതനുസരിച്ച്, അതായത് ഇന്ന് ഉച്ചയോടുകൂടി അല്ലെങ്കിൽ വൈകിട്ടോട് കൂടിയിട്ടാണ് ഇത്തരത്തിലൊരു പ്രതിഭാസം രൂപപ്പെട്ടത് എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ നിലവിൽ ഈ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ യാതൊരുവിധ മുന്നറിയിപ്പോ മറ്റ് അറിയിപ്പുകളോ ഒന്നും തന്നെ വന്നിട്ടില്ല എന്നുള്ളതും എടുത്ത് പറയേണ്ടതാണ്. അപ്പം ഇവിടെ നമുക്കറിയാം, അതായത് സാധാരണഗതിയിൽ ഈ ബീച്ചും അതുപോലെ തന്നെ പരിസര പ്രദേശങ്ങളിലും കുറെ അധികം ആളുകളൊക്കെ ഉണ്ടാകുന്ന സ്ഥലമാണ്. സാധാരണ ഈ വൈകുന്നേരങ്ങൾ ബീച്ച് ഭയങ്കരമായിട്ട് ആളുകൾ തിങ്ങിക്കൂടുന്ന ഒരു സ്ഥലമാണ്. അപ്പം ഇന്നിപ്പോൾ നമ്മൾ വരുന്ന സമയത്ത് കുറെ അധികം ആളുകൾ ഇവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. എന്താണ് ഈ സംഭവിച്ചത് എന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവാത്തത് കൊണ്ട് തന്നെ. പക്ഷേ നിലവിൽ ഇപ്പോൾ നമ്മുടെ ഒരു അനുമാനം അനുസരിച്ച് ഏകദേശം 200 മീറ്ററിലധികം ഇപ്പോൾ ഈ കടൽ ഉൾവലിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഔദ്യോഗികമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട യാതൊരു അറിയിപ്പും ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഈ പ്രദേശവാസിയല്ലേ? അതെ. എപ്പോഴാണ് ഇത് സംഭവം ഉണ്ടായത്? നമ്മളിവിടെ ഒരു 9 മണിക്ക് എത്തിയത്. അതിന്റെ ശേഷം ഇതിങ്ങനെ കണ്ടിട്ടുണ്ട്. ഇവിടെ 2 പോലീസുകാർ വന്നിനു. ഓലാണ് ബാക്കിയുള്ളവർക്കൊക്കെ റിപ്പോർട്ട് ചെയ്തത്. എന്താ പറഞ്ഞു പോലീസുകാർ? എന്താ പറഞ്ഞു? ഒന്നുമില്ല, ഇങ്ങനെ കടലിങ്ങനെ ഇത് സാധാരണ കാണാത്താണ്. ഇന്ന് മാത്രം ഇതിപ്പോൾ ഇന്ന് കണ്ടത്. വേറെ ഒന്നും. നിങ്ങൾ മീൻസ് ഇവിടെ ഈ പ്രദേശത്തുള്ളതല്ലേ? ഇതിനു മുമ്പും ഇതുപോലെ ഉണ്ടായിട്ടില്ല? അത് ഇവിടെ ഉണ്ടായിട്ടില്ല. ലേശം അങ്ങോട്ടൊക്കെ ആയിട്ട് ഉണ്ടായിട്ടുണ്ട്. ഇപ്പം എന്താണ് ഇവിടുത്തെ പ്രാദേശിക ആൾക്കാരൊക്കെ പറയുന്നത്? എന്താ വല്ല ഐഡിയ ഉണ്ടോ? അതെന്താ അറിയില്ല. ഇതിങ്ങനെ കാണാനില്ല. അപ്പം എന്താന്നുള്ളൊരു ഇത് അത്രയുള്ളൂ. മറ്റു ഭാഗങ്ങളിൽ എവിടെയെങ്കിലും ഉണ്ടോ പോയി? ഈ ഭാഗം മാത്രം. അവിടെ നിന്ന് ഇവിടെ വരെ ഈ ഒരു നമ്മൾ ഈ നിൽക്കുന്നത്, അതായത് ബീച്ചിലെ സ്റ്റാർബഡ്സിന്റെ അടുത്താണ്. ഇതിന് സമീപത്തായിട്ടാണ് ഇപ്പം ഈ രീതിയിൽ ഇങ്ങനെ കടല് ഒരു ഭാഗം പൂർണ്ണമായിട്ടും ഇങ്ങനെ ഉൾവലിഞ്ഞ രീതിയിലേക്ക് കാണുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഇപ്പം ഞാനിതാ ഈ നിൽക്കുന്ന ഭാഗത്ത് മുഴുവനായിട്ടും ചളിയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകാൻ സാധിക്കില്ല. സാധാരണഗതിയിൽ ഇതാണ് കര എങ്കിൽ പോലും ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ സാധിക്കില്ല, കാരണം പൂർണ്ണമായിട്ടും ചളിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു സൂക്ഷ്മത അല്ലെങ്കിൽ ഒരു സുരക്ഷിതമായിട്ട് മാത്രമേ ആളുകൾ ഇത്തരം മേഖലയിലേക്ക് കടന്നു ചെല്ലാൻ പാടുള്ളൂ എന്നുള്ളത് മാത്രമാണ്. കാരണം സാധാരണഗതിയിൽ ഇങ്ങനെ കാണാതാകുന്ന സമയത്ത് നേരെ അങ്ങ് കയറി ചെല്ലും. പക്ഷെ അവിടെ പൂർണ്ണമായിട്ടും ചളിയാണ്. മാത്രമല്ല ഈ മണ്ണ് ഇടിഞ്ഞിട്ട് ചെറിയ രീതിയിൽ ഇങ്ങനെ ഒരു വരമ്പ് പോലെ ആവുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് എപ്പോഴാണ് കണ്ടേ? ഞാൻ ഇപ്പോ വന്നപ്പോ. എവിടുന്നാ വരുന്നേ? നമ്മൾ ഇവിടെ തന്നെ ഈ പ്രദേശത്തുള്ള അല്ല പഠിക്കാൻ വന്നാ. എപ്പോഴാണ് കണ്ടേ? കുറച്ച് നേരം, ഒരു അരമണിക്കൂറിനല്ലേ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. അന്നേരം എന്തോ ഒരു ചളി നിൽക്കുന്ന പോലെ കണ്ടു. അപ്പോൾ വന്ന് നോക്കിയതാണ് കാണുന്നത്. ഞങ്ങൾ അരമണിക്കൂർ മേലെ ഇവിടെ കാണുന്നത്. വന്നതിന് ശേഷം അത് കണ്ടത്. അപ്പോൾ ഇറങ്ങി നോക്കിയപ്പോൾ ആണ് കാണുന്നത്. ഉൾവലിഞ്ഞ പോലെ ഉണ്ട്. കുറച്ചൊരു നല്ല ദൂരം പോയിട്ടുണ്ട്. ആ സ്റ്റേജിന്റെ അങ്ങോട്ട് ഒന്നുമില്ല, വന്നിട്ടില്ല. പക്ഷെ അവിടെ ഇതേപോലെ കണ്ടിട്ടില്ല. ഇപ്പൊ ഇങ്ങോട്ട് വന്നതിന് ശേഷമാണ് ഇങ്ങനെ കാണുന്നത്. കുറവാണ്. സാധാരണ നല്ല തിര ഉണ്ടാകുന്ന സ്ഥലമാണ്. തിരയും കുറവാണ്. ഇപ്പോൾ ഉള്ളോട്ട് നല്ല വലിഞ്ഞിട്ടുണ്ട് കടല്. എന്താണെന്നുള്ള അറിയില്ല. ഇതിന് മുൻപും ഇതുപോലെ കഴിഞ്ഞ 2 മാസം മുമ്പ് ഉണ്ടായിട്ടുണ്ടെന്ന് കേൾക്കുന്നുണ്ട് ഇവിടെ. അതാണ്, ഇതിനു മുൻപും സമാനമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അന്ന് പക്ഷേ ഇത്ര ഭീകരമായിട്ട് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. കാരണം അത് ചെറിയ നേരത്തെ ഒരു പ്രതിഭാസമായിരുന്നു. മാത്രമല്ല, നേരത്തെ തന്നെ ഈ മഴയൊക്കെ ശക്തമായ സമയത്തായിരുന്നു. അതുമായി ബന്ധപ്പെട്ട അന്ന് മുന്നറിയിപ്പൊക്കെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അത്തരത്തിൽ മുന്നറിയിപ്പുകളോ മറ്റോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. പക്ഷേ എന്താണ് ഇപ്പം ഇത്തരം ഒരു പ്രതിഭാസത്തിന് കാരണം എന്നത് സംബന്ധിച്ച് ഒരു പക്ഷേ ഇനി വരും മണിക്കൂറിലായിരിക്കും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ മറ്റ് ബന്ധപ്പെട്ട വിദഗ്ധരുടെ ഭാഗത്തുനിന്നോ ഇതുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണമോ അല്ലെങ്കിൽ ഇതുമായി
ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കണ്ടെത്തലോ ഉണ്ടായിരിക്കുക. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ കടൽ ഏകദേശം 200 മീറ്ററിലധികം നമുക്ക് ഇവിടെ നിന്ന് കാണുന്ന സമയത്ത് നേരിയ തോതിലുള്ള ഒരു തിര കാണാൻ സാധിക്കും. അത് ഇവിടെ നിൽക്കുന്ന സമയത്ത് അത് ക്യാമറയിൽ എത്രത്തോളം കാണും എന്നത് സംബന്ധിച്ച് വളരെ വ്യക്തതയില്ല. പക്ഷേ എങ്കിൽ പോലും വലിയ ദൂരത്തിലാണ് ഇപ്പോൾ എന്തായാലും കടലും അതുപോലെ തന്നെ തിരമാലയും ഉള്ളത്. വലിയ തിരമാല ഉണ്ടായിരുന്ന കോഴിക്കോട് കടപ്പുറത്ത് നിലവിലെ സാഹചര്യത്തിൽ ഒരു ഭാഗത്ത് ചെറിയ രീതിയിലുള്ള തിരമാല മാത്രമാണുള്ളത്. കോഴിക്കോട് കടപ്പുറം പൂർണ്ണമായിട്ടുമല്ല, സ്റ്റാർബക്സിന്റെ ആ ഭാഗം മുതലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു അതായത് ബീച്ചിൽ, സൗത്ത് ബീച്ചിലാണ് ഈ രീതിയിലുള്ള ഒരു പ്രതിഭാസം ഇപ്പോൾ കാണുന്നത്. എന്താണ് അതിന്റെ യഥാർത്ഥ കാരണം എന്നതിൽ ഇനിയിപ്പോൾ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. സ്വാഭാവികമായും ഇങ്ങനെ ഉണ്ടാകാറുണ്ട്, ഈ ചാകരയ്ക്ക് മുൻപായൊക്കെ ഉണ്ടാകാറുണ്ട് എന്നൊക്കെ പ്രാദേശികമായി ഒക്കെയുള്ള അറിവ് വെച്ച് പലരും പറയുന്നുണ്ട്. ഔദ്യോഗികമായ ഒരു അറിയിപ്പും ഇതുവരെ ലഭിച്ചിട്ടില്ല. പല ഊഹാപോഹങ്ങളൊക്കെ വരുന്നുണ്ട്, സുനാമി വരാനുള്ള സാധ്യതയുണ്ടാവും എന്നൊക്കെ ചോദ്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും അങ്ങനെ പറയാൻ കഴിയില്ല. കാരണം ഈ ഘട്ടത്തിൽ ഔദ്യോഗികമായി അങ്ങനെ അത്തരം അറിയിപ്പുകളൊന്നും പുറത്തു വന്നിട്ടില്ല. ഇത് സ്വാഭാവികമായിട്ടും ഉണ്ടാകാറുള്ളതാണ്, പ്രതിഭാസമാണ് എന്ന അറിവുള്ളവർ പറയുന്നുമുണ്ട്. എന്തായാലും മണിക്കൂറുകൾ കഴിഞ്ഞാൽ അല്ലെങ്കിൽ അടുത്ത നിമിഷത്തിൽ നമുക്ക് അത്തരം ഔദ്യോഗിക വിവരങ്ങൾ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഷഹദ് റഹ്മാനാണ് വിശദാംശങ്ങൾ നൽകിയത് കോഴിക്കോട് ബീച്ചിൽ നിന്നും. മറ്റ് റിപ്പോർട്ടുകളിലേക്കാണ്. RSS ശാഖയിൽ ലൈംഗിക ചൂഷണം നേരിട്ടുവെന്ന് കുറിപ്പെഴുതിയ ശേഷം ആത്മഹത്യ ചെയ്ത അനന്തു അജിയുടെ ഇൻസ്റ്റഗ്രാം വീഡിയോ പുറത്ത്. RSS ശാഖയിൽ ലൈംഗിക ചൂഷണം നേരിട്ടുവെന്ന് അനന്തു വീഡിയോയിൽ പറയുന്നുണ്ട്. വീട്ടിനടുത്തുള്ള നിധീഷ് മുരളീധരനും കുട്ടിക്കാലത്ത് ലൈംഗികാതിക്രമം നടത്തിയെന്നും വീഡിയോയിൽ ആരോപണമുണ്ട്. കേസന്വേഷണത്തിലെ നിർണായക തെളിവായി ഈ ദൃശ്യങ്ങൾ മാറും. നിയമോപദേശം തേടിയ ശേഷം തുടർ നടപടിയെന്ന് തമ്പാനൂർ പോലീസ് അറിയിച്ചു. ഞാനൊരു വിക്ടിമാണ്, ആക്ച്വലി ഒരു റേപ്പ് വിക്ടിം. എനിക്കൊരു 3-4 വയസ്സുള്ളപ്പോൾ മുതൽ എൻ്റെ വീടിനടുത്തുള്ള ഒരാൾ എന്നെ കണ്ടിന്യൂസ്ലി സെക്ഷലി അബ്യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. മരണത്തിന് ദിവസങ്ങൾക്ക് മുൻപ് സെപ്റ്റംബർ 14-നാണ് അനന്തു അജി തന്റെ മരണമൊഴി റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. മരണശേഷം സുഹൃത്തുക്കൾക്ക് കാണാനായി ഇൻസ്റ്റഗ്രാമിൽ ഷെഡ്യൂൾ ചെയ്ത രീതിയിലായിരുന്നു വീഡിയോ. കുട്ടിക്കാലത്ത് തന്നെ ലൈംഗിക ചൂഷണം ചെയ്തത് വീടിനടുത്തുള്ള നിതീഷ് മുരളീധരനാണെന്നാണ് ദൃശ്യങ്ങളിലെ പ്രധാന ആരോപണം. എന്നെ അബ്യൂസ് ചെയ്ത ആളിപ്പോൾ നല്ല കല്യാണമൊക്കെ കഴിച്ച് നല്ല വെൽ സെറ്റിൽഡായി. എനിക്ക് പേടിയായിരുന്നു അപ്പോൾ തുറന്നാൽ അടുത്തെങ്കിലും പറഞ്ഞു. ഞാൻ അബ്യൂസ് ചെയ്ത ആളുടെ പേര് ഞാൻ പറയാം. ഹിസ് നെയിം ഈസ് നിതീഷ് മുരളീധരൻ. എല്ലാവരുടെയും കണ്ണൻ ചേട്ടൻ. ഹി കണ്ടിന്യൂസ്ലി അബ്യൂസ് മീ, കണ്ടിന്യൂസ്ലി. മുൻപ് പുറത്തുവിട്ട ആത്മഹത്യാക്കുറിപ്പിൽ സൂചിപ്പിച്ച NM എന്ന ചുരുക്കനാമം നിതീഷ് മുരളീധരനാണെന്ന് ഇതോടെ വെളിപ്പെട്ടു. RSS ശാഖകളിൽ ലൈംഗികാതിക്രമം നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നും അനന്തുവിന്റെ തുറന്നു പറച്ചിൽ. ഒരിക്കലും ഇടപഴകരുതാത്ത ചില ആൾക്കാരുണ്ട്. അവരാണ് RSSകാർ, നമ്മുടെ സോക്കോൾഡ് സംഘീസ്. അവരുടെ ക്യാമ്പുകളിലും അവരുടെ ഒരു പരിപാടികളിൽ നടക്കുന്ന അബ്യൂസ് എന്ന് പറയുന്നത് ഭയങ്കര മോശമാണ്, ഭയങ്കര ടോർച്ചറാണ്. ഇറ്റ്സ് ലൈക്ക് അവരുടെ ITC ക്യാമ്പ് OTC ക്യാമ്പ് രണ്ടും പോയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കറിയാം, ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. മെന്റലി, ഫിസിക്കലി ആൻഡ് സെക്ഷലി ദേ ആർ അബ്യൂസിങ് ചിൽഡ്രൻ. താൻ വിഷാദരോഗത്തിന് മരുന്ന് കഴിക്കുന്നുണ്ടെന്ന വെളിപ്പെടുത്തൽ കൂടി യുവാവ് വീഡിയോയിലൂടെ നടത്തുന്നുണ്ട്. നിലവിൽ അസ്വാഭാവിക മരണത്തിനാണ് തമ്പാനൂർ പോലീസ് കേസെടുത്തിട്ടുള്ളത്. പുറത്തുവന്ന ദൃശ്യങ്ങൾ കേസന്വേഷണത്തിലെ നിർണായക തെളിവാകും. നേരത്തെ തന്നെ പോലീസ് ഈ ദൃശ്യങ്ങൾ ശേഖരിച്ചു എന്നാണ് വിവരം. നിയമോപദേശം തേടിയ ശേഷമായിരിക്കും ആരോപണ വിധേയനായ നിതീഷ് മുരളീധരനെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തുന്നതടക്കമുള്ള നടപടികൾ ഉണ്ടാവുക. ജീവിക്കാൻ വയ്യ, ശരിക്കും മടുത്തു, ശരിക്കും. 24 തിരുവനന്തപുരം. CPIM-നെ വെട്ടിലാക്കി മന്ത്രി സജി ചെറിയാനെതിരെ ആഞ്ഞടിച്ച് മുതിർന്ന നേതാവ് G. സുധാകരൻ. തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിച്ചവർക്കൊപ്പം സജി ചെറിയാൻ ചേർന്നെന്നും സൂക്ഷിച്ച് സംസാരിച്ചാൽ കൊള്ളാമെന്നുമാണ് പ്രതികരണം. 3ാം പിണറായി സർക്കാർ വരണമെങ്കിൽ ഭൂരിപക്ഷം വേണ്ടേ എന്നും അമ്പലപ്പുഴയിൽ AK ബാലൻ വന്ന് പ്രചാരണം നടത്തുമോ എന്നും G. സുധാകരൻ തുറന്നടിച്ചു. അദ്ദേഹം പാർട്ടിയോടൊപ്പം ചേർന്ന് പോകണം. പാർട്ടിക്ക് വ്യത്യസ്തനല്ല G. സുധാകരൻ. അദ്ദേഹം സംസാരിക്കുമ്പോൾ പാർട്ടിയുടേതായ അന്തസ്സിന് നിരക്കാത്ത, അച്ചടക്കത്തിന് നിരക്കാത്ത വരമ്പുകൾക്കപ്പുറം പോകാൻ പാടില്ല. CPM നേതൃത്വത്തോട് അകന്നു നിൽക്കുന്ന മുതിർന്ന നേതാവ് G. സുധാകരനെ ഇപ്പോൾ പ്രകോപിപ്പിച്ചത് ഈ പ്രതികരണങ്ങളാണ്. തന്നെ പുറത്താക്കിയെന്ന് പറഞ്ഞ് ചിലർ നടത്തിയ ആഘോഷത്തിൽ സജി ചെറിയാനും പങ്കുചേർന്നെന്ന് ഗുരുതര ആരോപണം. സജി ചെറിയാനൊന്നും അറിയില്ലല്ലേ? സജി ചെറിയാൻ അതിൽ പങ്കാളിയല്ലേ? പങ്കാളിയാണ്. ഞാൻ ഇതുപോലെ പറഞ്ഞിട്ടില്ല, കൂടുതൽ ഞാൻ പറയുന്നില്ല. സൂക്ഷിച്ച് സംസാരിച്ചാൽ കൊള്ളാം സജി ചെറിയാൻ. പാർട്ടിയിലുള്ള തന്നോട്
പാർട്ടിയോട് ചേർന്ന് പോകാൻ പറഞ്ഞതിന് സജി ചെറിയാനെതിരെ നടപടിയെടുക്കണമെന്നും ജി സുധാകരൻ ആവശ്യപ്പെട്ടു. മൂന്നാം പിണറായി സർക്കാർ വരണമെങ്കിൽ ഭൂരിപക്ഷം വേണ്ടേയെന്നും ചോദ്യം. അമ്പലപ്പുഴയിൽ എങ്ങനെ ജയിക്കാനാണെന്നും AK ബാലൻ വന്ന് പ്രചാരണം നടത്തുമോ എന്നും പരിഹാസം. മൂന്നാമതും പിണറായി വിജയൻ സാഹു മുഖ്യമന്ത്രിയാവണം എന്ന ചർച്ചയാണല്ലോ നടക്കുന്നത്. അതിൽ ഭൂരിപക്ഷം കിട്ടണമെങ്കിൽ അമ്പലപ്പുഴ കൂടെ കിട്ടണ്ടേ, ആലപ്പുഴ കിട്ടണ്ടേ, ഈ ജില്ലയിലെ 9-8 സീറ്റുള്ളത് അത് കിട്ടണ്ടേ? അത് കിട്ടുന്നതിന് നേതൃത്വം കൊടുക്കാൻ സജി ചെറിയാനെപ്പോൾ ഞാൻ സംസാരിച്ചാൽ പറ്റുമോ എന്നാണ് ഞാൻ ചോദിച്ചത്. ബാലന് വന്ന് ഇവിടെ ക്യാമ്പയിൻ നടത്തി സീറ്റൊക്കെ ഒന്ന് പിടിക്കാവോ? ജി സുധാകരനെ പ്രകോപിപ്പിക്കേണ്ടതില്ലെന്ന നിലപാട് പാർട്ടിയിലെ മറ്റു ചില മുതിർന്ന നേതാക്കൾക്കുമുണ്ട്. എന്നാൽ സെക്രട്ടേറിയറ്റ് അംഗത്തിനെതിരെയുള്ള പ്രതികരണത്തിൽ അതൃപ്തിയുള്ള നേതാക്കളുമുണ്ട്. 24 ആലപ്പുഴ. വിവാദ പ്രസ്താവനകളിൽ ജി സുധാകരനെ പൂർണ്ണമായി തള്ളി ആലപ്പുഴ CPIM നേതൃത്വം. കോൺഗ്രസ് വേദിയിൽ പോയി സർക്കാരിനെ പ്രതിസന്ധിയിലാക്കും വിധമുള്ള സുധാകരന്റെ പ്രസംഗമാണ് എല്ലാത്തിനും തുടക്കമെന്നാണ് ജില്ലാ സെക്രട്ടറി R നാസറിന്റെ മറുപടി. പാർട്ടി തള്ളിപ്പറയുമ്പോൾ ജി സുധാകരനെ ചേർത്തു നിർത്തുകയാണ് കോൺഗ്രസ് നേതാക്കൾ. ഇതിങ്ങനെ സുധാകരൻ സാഹിബിൻ്റെ ഈ പ്രതികരണം വന്നില്ലെങ്കിൽ ഇതൊന്നും വരികയില്ല. വന്നതുകൊണ്ടാണ് അവരും പറയുന്നതാണ്. സുധാകരൻ സാഹിബ് ഇങ്ങനെ പ്രതികരിച്ചപ്പം ഞങ്ങളിങ്ങനെ പ്രതികരിച്ചാണ്. സുധാകരൻ സാഹിബ് ഞങ്ങൾക്ക് ആകാൻ പാടില്ലേ? ഇതാണ് അവരുടെ ചോദ്യം. ശ്രീ ജി സുധാകരനെ പോലെയുള്ള മുതിർന്ന ഒരാളോട് ഞങ്ങളാരും അങ്ങനെ മറുപടി പറഞ്ഞു പോകേണ്ടതില്ല എന്ന് ഞങ്ങൾക്ക് കൃത്യമായ നിർദ്ദേശം തന്നിട്ടുണ്ട്. ഞങ്ങളെല്ലാം വളരെ ജൂനിയറായ നേതാക്കന്മാരാണ്. അദ്ദേഹത്തിന് മറുപടി പറയാൻ വേണ്ടിയുള്ള ഒരു പ്രാപ്തി ഞങ്ങൾക്കുണ്ടെന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല. പേര് പറയാത്തതുകൊണ്ട് ഞാൻ പ്രതികരിക്കേണ്ട കാര്യമില്ല. പക്ഷേ പേര് പറഞ്ഞില്ലെങ്കിലും നാട്ടുകാർക്ക് തോന്നും അമ്പലപ്പുഴ ജനപ്രതിയാണ് നേതൃത്വം കൊടുക്കുന്നത് എന്ന മട്ടിലാണ്. ഒരു നീതിമാനായ ഒരു ഭരണകർത്താവായിരുന്നു. എല്ലാവരോടും മാന്യമായി ഇടപെടുന്ന, നല്ല ഒരു ബൗദ്ധിക പശ്ചാത്തലമുള്ള, എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ്. ആളെ പോലും വെച്ചേക്കില്ല. കാരണം ആൾ മറ്റേ സൈക്കോ ഫാൻസിൻ്റെ കൂടെയില്ല, വിദൂഷകരുടെ കൂട്ടത്തിലല്ല ജി സുധാകരൻ. വിദൂഷകരെ മാത്രമാണ്, രാജകൊട്ടാരത്തിലെ വിദൂഷകന്മാർക്ക് മാത്രമാണ് ഇപ്പോൾ കാര്യമുള്ളത്. സംസ്ഥാനത്ത് 24 മണിക്കൂറിനുള്ളിൽ തുലാവർഷം സജീവമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിലാണ് ഇന്ന് ശക്തമായ മഴയ്ക്കുള്ള യെല്ലോ അലർട്ട്. അതേസമയം ഇടിമിന്നലേറ്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന വയോധികൻ മരിച്ചു. കാലവർഷം പൂർണ്ണമായി പിൻവാങ്ങി 24 മണിക്കൂറിനുള്ളിൽ സംസ്ഥാനത്ത് തുലാവർഷം സജീവമാകുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. കഴിഞ്ഞ ദിവസങ്ങളിൽ തെക്കൻ മധ്യ കേരളത്തിൽ പെയ്ത ശക്തമായ മഴ തുലാവർഷ പെയ്ത്തിന് മുന്നോടിയായി കണക്കാക്കാം. ബംഗാൾ ഉൾക്കടലിലെ ചക്രവാത ചുഴിയും അറബിക്കടലിലെ ന്യൂനമർദ്ദ സാധ്യതയും മഴയുടെ ശക്തി വർദ്ധിപ്പിക്കും. ഇനി മുതൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയും കാറ്റുമാണ് സംസ്ഥാനത്ത് പ്രതീക്ഷിക്കേണ്ടതെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. ജാഗ്രതാ നിർദ്ദേശങ്ങളുടെ ഭാഗമായി ഇന്ന് 9 ജില്ലകൾക്കാണ് യെല്ലോ മുന്നറിയിപ്പുള്ളത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. ഈ മാസം 18 വരെ തെക്കൻ കേരളത്തിൽ ശക്തമായ മഴ പ്രതീക്ഷിക്കണം. നാളെ കോട്ടയം, ഇടുക്കി ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്കുള്ള ഓറഞ്ച് അലർട്ടും 7 ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ്. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം ഇടിമിന്നലേറ്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ മലപ്പുറം സ്വദേശിയായ സിറാജുദ്ദീൻ മരിച്ചു. കെട്ടിട നിർമ്മാണ ജോലിക്കിടെ ഇടിമിന്നലേൽക്കുകയായിരുന്നു. 24 തിരുവനന്തപുരം. കൊച്ചി പള്ളുരുത്തി സെയിന്റ് റീത്താസ് പബ്ലിക് സ്കൂളിലെ ഹിജാബ് വിവാദത്തിൽ നിലപാട് മയപ്പെടുത്തി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. സ്കൂളിൽ സമവായമുണ്ടായെങ്കിൽ നല്ലതെന്നും എന്തിന്റെ പേരിലാണെങ്കിലും കുട്ടിയുടെ അവകാശം നിഷേധിക്കാൻ കഴിയില്ലെന്നും മന്ത്രി പറഞ്ഞു. അതേസമയം വിഷയത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശത്തിനെതിരെ കോടതിയെ സമീപിക്കാനാണ് സ്കൂളിന്റെ തീരുമാനം. ഹിജാബ് വിവാദത്തിൽ സ്കൂൾ അധികൃതരും വിദ്യാർത്ഥിനിയുടെ പിതാവും ജനപ്രതിനിധികളും തമ്മിൽ ചർച്ചയ്ക്കൊടുവിൽ സമവായമായിരുന്നു. സ്കൂൾ മാനേജ്മെന്റ് നിർദ്ദേശിക്കുന്ന യൂണിഫോം ധരിക്കുന്നതിൽ എതിർപ്പില്ലെന്ന് വിദ്യാർത്ഥിനിയുടെ പിതാവ് വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് വിദ്യാഭ്യാസ മന്ത്രി നിലപാട് വ്യക്തമാക്കിയത്. ഭരണഘടന വിഭാവനം ചെയ്യുന്ന അവകാശങ്ങളും കോടതി വിധികളും മുൻനിർത്തിയാണ് മുന്നോട്ട് പോകേണ്ടത്. വിഷയത്തിൽ സ്കൂൾ തലത്തിൽ എന്തെങ്കിലും സമവായം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നല്ലതാണ് എന്നാണ് എനിക്ക് വ്യക്തമാക്കുവാനുള്ളത്. ആ വിഷയം അങ്ങനെ തീരുമെങ്കിൽ അത് അവിടെ വെച്ച് അവസാനിപ്പിക്കും. അതേസമയം സ്കൂളിന്റെ ഭാഗത്ത് ഗുരുതരമായ കൃത്യവിലോപം ഉണ്ടായെന്ന വിദ്യാഭ്യാസ വകുപ്പിന്റെ നിലപാടിനെതിരെ സ്കൂൾ അധികൃതർ രംഗത്തെത്തി. വിദ്യാഭ്യാസ മന്ത്രിക്ക് വിമർശനം. ഈ കുട്ടിയുടെ പിതാവ് തന്നെ സ്കൂൾ മാനേജ്മെന്റ് നിഷ്കർഷിക്കുന്ന സ്കൂൾ യൂണിഫോം പാലിച്ചുകൊണ്ട് സ്കൂളിൽ ഹാജരാവാൻ കുട്ടി നാളെ മുതൽ ഹാജരാവാൻ തയ്യാറാണെന്നും അറിയിച്ചതിന് ശേഷം എന്തുകൊണ്ടാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു നിലപാട് എടുത്തിരിക്കുന്നെന്നുള്ളത് അത്യന്തം ആശങ്ക ഉണർത്തുന്ന കാര്യം തന്നെയാണ്. അൺഎയ്ഡഡ് സ്ഥാപനങ്ങളാണെങ്കിൽ NOC പുതുക്കേണ്ടത് വിദ്യാഭ്യാസ വകുപ്പാണെന്നും അതെല്ലാം ആലോചിച്ച് മുന്നോട്ട് പോകണമെന്നും
മന്ത്രി പ്രതികരിച്ചു. സ്കൂൾ NOC സംബന്ധിച്ച നിയമങ്ങൾ മാറിയത് മന്ത്രി അറിഞ്ഞില്ലേ എന്നാണ് ഇതിനോട് അധികൃതരുടെ ചോദ്യം. പരാതിക്കാരിയായ പെൺകുട്ടിയുടെ പിതാവുമായി സ്കൂൾ അധികൃതർ ചർച്ച നടത്തും. ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ വിദ്യാർത്ഥിനി ഇന്ന് സ്കൂളിലെത്തിയില്ല. 24 കൊച്ചി. ഭിന്നശേഷി അധ്യാപക നിയമനത്തിൽ സർക്കാർ നിലപാടിൽ അതൃപ്തി അറിയിച്ച് വിവിധ ക്രൈസ്തവ സഭാ നേതാക്കൾ. NSSൽ ലഭിച്ച വിധി ക്രൈസ്തവ സഭയ്ക്കും ബാധകമാണെന്ന ഉത്തരവിറക്കാൻ സർക്കാർ മടിക്കേണ്ടതില്ലെന്ന് ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ ബസലിയൂസ് മർത്തോമ മാത്യൂസ് തൃതീയൻ കത്തോലിക്ക ബാവ പറഞ്ഞു. അത് ചെയ്യാതെ ക്രൈസ്തവ സഭകൾ കോടതിയിൽ പോകണം എന്ന് പറയുന്ന നിലപാട് ശരിയല്ല എന്നാണ് വിമർശനം. ഭിന്നശേഷി അധ്യാപക നിയമനത്തിൽ ഉന്നതതല യോഗം നടത്തി പ്രശ്നം പരിഹരിച്ചുവെന്ന് സർക്കാർ അവകാശപ്പെടുന്നതിനിടയിലാണ് ക്രൈസ്തവ സഭകൾ അതൃപ്തിയുമായി രംഗത്ത് വന്നത്. പാലാ ബിഷപ്പ് ഹൗസിൽ ചേർന്ന എക്യുമെനിക്കൽ സമ്മേളനത്തിന് ശേഷമാണ് ക്രൈസ്തവ സഭാ നേതാക്കൾ നിലപാട് വ്യക്തമാക്കിയത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇപ്പോൾ ക്രൈസ്തവര് പാർശ്വവൽക്കരിക്കപ്പെടുന്നുണ്ടോ എന്നുള്ള ഒരാശങ്ക വന്ന എല്ലാ പിതാക്കന്മാരും ക്രിസ്തീയ നേതാക്കന്മാരും പ്രകടിപ്പിക്കുകയുണ്ടായി. ഭിന്നശേഷി സംവരണം അതിനുകൊണ്ടുണ്ടാകുന്നതായ പ്രശ്നങ്ങൾ ഇന്ന് ക്രൈസ്തവ മേഖലകളിൽ വിദ്യാഭ്യാസ മേഖലയിൽ വളരെയധികം പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. ശാശ്വത പരിഹാരം ഉണ്ടാകണമെങ്കിൽ സർക്കാർ ഉത്തരവിറക്കണം, ഇല്ലെങ്കിൽ കടുത്ത നിലപാട് സ്വീകരിക്കേണ്ടി വരുമെന്നും മുന്നറിയിപ്പ്. എന്നാൽ അതിന് ഒരു പരിഹാരം സുപ്രീം കോടതിയിൽ നിന്ന് NSS എന്ന് പറയുന്ന സംഘടനയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. ആ ഒരു റിസർവേഷന്റെ വിധി ക്രൈസ്തവ സഭയ്ക്കും ബാധകമായിട്ടുള്ളതാണ് എന്ന് ഉത്തരവിറക്കുവാനായിട്ട് ഇവിടുത്തെ ഭരണാധികാരികൾക്ക് മടിക്കേണ്ട ആവശ്യമില്ല. പള്ളുരുത്തി സ്കൂളിലെ വിഷയമടക്കം വിദ്യാഭ്യാസ മേഖലയിലെ മറ്റു പ്രശ്നങ്ങൾ വിശദമായി പഠിക്കുമെന്നും സഭാ നേതൃത്വം അറിയിച്ചു. സിറോ മലബാർ എക്യുമെനിക്കൽ എഡ്യൂക്കേഷൻ കൗൺസിൽ അധ്യക്ഷനും പാലാ ബിഷപ്പുമായ മാർ ജോസഫ് കല്ലറങ്ങാട്ടാണ് വിവിധ സഭാ പ്രതിനിധികളുടെ എക്യുമെനിക്കൽ സമ്മേളനം വിളിച്ചു ചേർത്തത്. 24 കോട്ടയം. അഫ്ഗാൻ പാക് വെടിനിർത്തലിന് ധാരണ. പാകിസ്ഥാന്റെ അഭ്യർത്ഥന അനുസരിച്ചാണ് വെടിനിർത്തൽ എന്ന് താലിബാൻ. കാണ്ഡഹാറിൽ പാകിസ്ഥാൻ നടത്തിയ ആക്രമണത്തിൽ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ 12 പേർ കൊല്ലപ്പെട്ടു. മറുപടിയായി പാക് പോസ്റ്റുകളിലേക്ക് അഫ്ഗാൻ ഡ്രോൺ ആക്രമണം നടത്തിയിരുന്നു. സ്പിൻ ബോൾഡാക് ജില്ലയിൽ ഇന്ന് രാവിലെയാണ് പാകിസ്ഥാൻ ആക്രമണം നടത്തിയത്. ആക്രമണത്തിൽ 12 സാധാരണക്കാർ കൊല്ലപ്പെട്ടതായി താലിബാൻ അറിയിച്ചു. 100-ലധികം പേർക്ക് പരിക്കേറ്റു. ഇതിൽ 80ഓളം പേർ സ്ത്രീകളും കുട്ടികളുമാണ്. ആക്രമണത്തിൽ അഫ്ഗാൻ മാധ്യമപ്രവർത്തകരും കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുണ്ട്. മറുപടിയായി പാക് സൈനിക പോസ്റ്റുകളിലേക്ക് അഫ്ഗാൻ ഡ്രോൺ ആക്രമണം നടത്തി. തുടർന്ന് കാണ്ഡഹാറിലെ ഷോറാബക് ജില്ലയിൽ അഫ്ഗാൻ പാക് സൈനികർ തമ്മിൽ രൂക്ഷമായ ഏറ്റുമുട്ടലുണ്ടായി. ഇതിനു പിന്നാലെയാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ വെടിനിർത്തലിന് ധാരണയായത്. പാകിസ്ഥാന്റെ അഭ്യർത്ഥന മാനിച്ചാണ് വെടിനിർത്തലെന്ന് അഫ്ഗാൻ വക്താവ് സബീഹുള്ള മുജാഹിദ് അറിയിച്ചു. താലിബാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തഖി ഇന്ത്യയിലെത്തിയതിനു പിന്നാലെ പാകിസ്ഥാൻ കാബൂളിൽ വ്യോമാക്രമണം നടത്തി. ഇതോടെയാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ സംഘർഷമുണ്ടായത്. ഖത്തറിന്റെയും സൗദി അറേബ്യയുടെയും ഇടപെടലിനെ തുടർന്നാണ് ഇരു രാജ്യങ്ങളും സംഘർഷം അവസാനിപ്പിച്ച് അതിർത്തി അടച്ചത്. 24 ഡൽഹി. ആറന്മുള വള്ളസദ്യയിലെ ആചാരലംഘന വിവാദം ആസൂത്രിതമെന്ന് ദേവസ്വം മന്ത്രി VN വാസവൻ. ചടങ്ങുകൾ പൂർത്തിയാകാൻ സദ്യ കഴിക്കണമെന്ന് പറഞ്ഞെന്നും പള്ളിയോട സംഘമാണ് സദ്യയ്ക്ക് തന്നെ കൊണ്ടുപോയതെന്നും മന്ത്രി പ്രതികരിച്ചു. ഉദ്യോഗസ്ഥരാണ് രേഖാമൂലം ആചാരലംഘനം ചൂണ്ടിക്കാട്ടിയതെന്നും അതിനാലാണ് പ്രായശ്ചിത്തം നിർദ്ദേശിച്ചതെന്നും ക്ഷേത്രം തന്ത്രി പറഞ്ഞു. കഴിഞ്ഞ മാസം 14 അഷ്ടമിരോഹിണി ദിവസം ആറന്മുള ക്ഷേത്രത്തിൽ ദേവന് നേദിക്കും മുൻപ് ദേവസ്വം മന്ത്രിക്ക് സദ്യ വിളമ്പിയതിലാണ് ആചാരലംഘനം. സംഭവത്തിൽ പ്രായശ്ചിത്തം ചെയ്യണമെന്ന തന്ത്രിയുടെ കത്തോടെയാണ് വിവാദങ്ങൾ തലപൊക്കിയത്. 31 ദിവസത്തിനു ശേഷം വിവാദമുയർന്നത് ആസൂത്രിതമെന്ന് ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ. ഇത് നടത്തുന്ന പള്ളിയോടം കമ്മിറ്റിയുടെ പ്രസിഡന്റാണ് ആദ്യം ഞങ്ങൾക്ക് ഭക്ഷണം വിളമ്പി തരുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് പോരുന്ന ഘട്ടത്തിൽ ആരും ഒരു ഇത് സംബന്ധിച്ച ഒരു പരാതിയോ പരിഭവമോ ആചാരലംഘനം ഇതൊന്നും ഒരു കാര്യവും പറഞ്ഞിരുന്നില്ല. അത് കഴിഞ്ഞപ്പോൾ 1 മാസം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞ് ഒരു ആസൂത്രിതമായ രൂപത്തിലൊരു കത്ത് കൊടുത്ത് ഒരു മര്യാദരഹിതമായ വാർത്തയുണ്ടാക്കി എന്നുള്ളതാണ് വസ്തുത. വള്ളസദ്യ ചടങ്ങിലെ പിഴവുകൾ ഉദ്യോഗസ്ഥർ അറിയിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് പ്രായശ്ചിത്തം വേണമെന്ന് നിർദ്ദേശിച്ചതെന്ന് തന്ത്രി. ഉപദേശക സമിതിയാണ് ഇല്ലത്ത് വരികയും ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട്, ഒരു കത്ത് തന്നു, ആ കത്തിന് മറുപടി നൽകണം എന്ന് പറഞ്ഞു. സദ്യയുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് ആ സദ്യബന്ധിതമായ ഒരു പ്രായശ്ചിത്തം നിശ്ചയിച്ചു. ആചാരലംഘനം മാധ്യമ സൃഷ്ടി എന്ന പത്തനംതിട്ട CPIMന്റെ വാദമാണ് ഇതോടെ പൊളിഞ്ഞത്. ആചാരലംഘനം നടന്നിട്ടില്ലെന്ന മുൻ നിലപാടിൽ നിന്ന് പള്ളിയോട സേവാ സംഘവും മലക്കം മറിഞ്ഞു. ആചാരലംഘനം നടന്നിട്ടുണ്ടോ എന്ന് അദ്ദേഹമാണ് പറയേണ്ടത്. ആ ഒരു ഭക്ഷണം കൊടുത്തതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ
അത് തിരുത്തണ്ടോ? സംഭവത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്, ആറന്മുള ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ, എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നിവരോട് വിശദീകരണം തേടി. 24 പത്തനംതിട്ട. നോക്കാം ചില വാർത്തകൾ ചുരുക്കത്തിൽ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ചെന്നൈ കേന്ദ്രീകരിച്ച് SIT പരിശോധന. 1998 ദ്വാരപാലക ശില്പത്തിൽ സ്വർണം പൊതിഞ്ഞ JNR ജ്വല്ലേഴ്സിൽ അന്വേഷണ സംഘം പരിശോധന നടത്തി. രേഖകൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ദുൽഖർ സൽമാന്റെ വേഫറർ ഫിലിംസിന്റെ പേരിൽ കാസ്റ്റിംഗ് കൗച്ച് നടത്തിയ അസോസിയേറ്റ് ഡയറക്ടർ ദിനിൽ ബാബുവിനെതിരെ നിയമ നടപടി. തേവര പോലീസ് സ്റ്റേഷനിലും ഫെഫ്കയ്ക്കും വേഫറർ ഫിലിംസ് പരാതി നൽകി. ഗൾഫ് പര്യടനത്തിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പുറപ്പെട്ടു. മുഖ്യമന്ത്രി യാത്ര തിരിച്ചത് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന്. 17-ന് ബഹ്റൈനിലാണ് ആദ്യ പരിപാടി. തിരുവനന്തപുരത്ത് ക്ലാസ് മുറിക്കുള്ളിൽ വിദ്യാർത്ഥിയുടെ പെപ്പർ സ്പ്രേ പ്രയോഗത്തിൽ ശ്വാസം മുട്ടി കുട്ടികളും അധ്യാപകരും. ബാലരാമപുരം പുന്നമൂട് സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ 9 വിദ്യാർത്ഥികളും ഒരു അധ്യാപികയുമാണ് ചികിത്സയിൽ. കേരളപ്പിറവി ദിനത്തിൽ നിയമസഭ ചേരും. നവംബർ 1-ന് പ്രത്യേക നിയമസഭ ചേരാൻ ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. അതിദാരിദ്ര്യമുക്ത കേരള പ്രഖ്യാപനമാണ് അജണ്ട. 2030 കോമൺവെൽത്ത് ഗെയിംസിന്റെ ആതിഥേയ നഗരമായി അഹമ്മദാബാദിനെ ശുപാർശ ചെയ്തു. കോമൺവെൽത്ത് സ്പോർട്സ് എക്സിക്യൂട്ടീവ് ബോർഡാണ് ശുപാർശ ചെയ്തത്. അന്തിമ തീരുമാനം നവംബറിൽ. ഇപ്പോൾ ലഭിക്കുന്ന ഒരു വാർത്തയിലേക്ക്. ബീഹാറിൽ BJP 3ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു. 18 പേരെയാണ് 3ാം ഘട്ടത്തിൽ പ്രഖ്യാപിച്ചത്. ഇതോടെ BJPയുടെ 101 സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ബൽറാം, വൈകിയും ഈ 3ാം ഘട്ട പട്ടിക BJP പുറത്തിറക്കിയിരിക്കുന്നു. ഇത്തരത്തിൽ ഇന്ന് തന്നെ എല്ലാ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കുക എന്നൊരു തീരുമാനമായിരുന്നു. എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? ആരൊക്കെയാണ് ഈ 18 പേരിൽ പ്രധാനികൾ? പ്രജിൻ, BJPയുടെ 3ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 18 പേരുകളാണ് ഈ 3ാം ഘട്ടത്തിൽ BJP പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതോടെ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള BJPയുടെ 101 സ്ഥാനാർത്ഥികളുടെയും പ്രഖ്യാപനം പൂർത്തിയായിരിക്കുകയാണ്. BJP നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ കണ്ടെത്തുകയും അത് BJP പാർലമെന്ററി ബോർഡ് അംഗീകാരം നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ സഖ്യത്തിലെ ധാരണ സംബന്ധിച്ചുള്ള തീരുമാനം വൈകിയതാണ് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകാൻ ഇടയാക്കിയത് എന്നാണ് BJP നേതൃത്വം നൽകുന്ന വിവരം. ഈ പ്രധാനമായും ഈ 3ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ 18 പേരിൽ 2 വനിതകളാണ് ഇടം പിടിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും ശ്രദ്ധേയം എന്നുള്ളത് നിലവിൽ പ്രതിപക്ഷ നേതാവ് തേജസ്വി യാദവിനെതിരെ രാഘവ്പൂരിൽ സതീഷ് കുമാർ യാദവിനെ, യുവ നേതാവ് സതീഷ് കുമാർ യാദവിനെയാണ് BJP ഇത്തവണ രംഗത്തിറക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഒപ്പം തന്നെ മറ്റ് BJP മത്സരിക്കുന്ന പ്രധാന മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ നിരവധി പുതുമുഖങ്ങളും 3ാം ഘട്ട പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമാണ്. കഴിഞ്ഞ തവണയും BJP പുതുമുഖങ്ങൾക്കും യുവാക്കൾക്കും സ്ഥാനാർത്ഥി പട്ടികയിൽ കൂടുതലായി അവസരം നൽകിയിരുന്നു. ആ ഒരു ശൈലി ഈ ഒരു പട്ടികയിലും ഇത്തവണയും ആവർത്തിച്ചിരിക്കുകയാണ്. 20% സിറ്റിംഗ് MLA-മാരെ ഒഴിവാക്കിക്കൊണ്ടുള്ളതാണ് BJPയുടെ സ്ഥാനാർത്ഥി പട്ടിക എന്നുള്ളതും ശ്രദ്ധേയമാണ്. ളുടെ നിന്നും നടത്തിയ സർവേയുടെ അടിസ്ഥാനത്തിലാണ് BJP സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചത്. ബൽറാം വിശദാംശങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്നും. ആലപ്പുഴ ചെങ്ങന്നൂർ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് സർക്കാരുമായി കൈകോർത്ത് സംസ്ഥാനത്ത് നടത്തുന്ന സ്ഥാനാർബുദ ബോധവൽക്കരണ പരിപാടിയായ പിങ്ക് പ്രോമിസ് ക്യാമ്പയിന്റെ സമാപന സമ്മേളനം സിനിമാ താരം മല്ലിക സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ മറിയ ഉമ്മൻ മുഖ്യപ്രഭാഷണം നടത്തി. ഇമ്മ്യൂണോതെറപ്പി, ടാർഗറ്റഡ് തെറപ്പി, ക്യാൻസർ ശസ്ത്രക്രിയകളെ തുടർന്നുള്ള റീകൺസ്ട്രക്ഷൻ ചികിത്സ തുടങ്ങിയ അത്യാധുനിക ചികിത്സാ രീതികൾ ആശുപത്രിയിൽ ലഭ്യമാണെന്ന് ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ ഫാദർ ഡോക്ടർ അലക്സാണ്ടർ കുടാരത്തിൽ പറഞ്ഞു. ലോകപ്രശസ്ത ക്യാൻസർ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ MV പിള്ള അഡ്വൈസറി ബോർഡ് ചെയർമാനായ ഓങ്കോളജി വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഒരു വർഷമായി നടത്തിവരുന്ന സ്ഥാനാർബുദ ബോധവൽക്കരണ പരിപാടികളുടെയും മെഡിക്കൽ ക്യാമ്പുകളുടെയും പഠനരേഖ ഓങ്കോളജി വിഭാഗം മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ സാറ ഈശോ ചടങ്ങിൽ അവതരിപ്പിച്ചു. സ്ഥാനാർബുദ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ചെങ്ങന്നൂർ KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് KMC ഹോസ്പിറ്റലിലേക്ക് നടത്തിയ വാക്കത്തോൺ ചെങ്ങന്നൂർ DYSP MK ബിനുകുമാർ ഫ്ളാഗ് ഓഫ് ചെയ്തു. ആശുപത്രി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ഗീവർഗീസ് മാത്യു, CEO ഡോക്ടർ റെബേക്ക ജോൺ, സർജിക്കൽ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ ജോൺ തോമസ്, റേഡിയേഷൻ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ ബോവസ് വിൻസെന്റ്, മെഡിക്കൽ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ നിഥുൻ V അശോക് എന്നിവർ സംസാരിച്ചു. സ്ഥാനാർബുദ ചികിത്സയ്ക്കായുള്ള കുറഞ്ഞ നിരക്കിലുള്ള പാക്കേജുകളും അവതരിപ്പിച്ചു.
ഭീമ ജുവൽസിന്റെ 100ാം വാർഷികാഘോഷങ്ങൾ ഗോൾഡൻ സൂപ്പർ സർപ്രൈസ് 2025 തുടരുന്നു. 26 വരെ നടക്കുന്ന ആഘോഷങ്ങളുടെ ഭാഗമായി അത്യുഗ്രൻ ഓഫറുകളും എക്സ്ക്ലൂസീവ് റിവാർഡുകളും ഉത്സവകാല സർപ്രൈസുകളുമാണ് കേരളത്തിൽ ഉടനീളമുള്ള ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത്. എറണാകുളത്തെ MG റോഡ്, തൃപ്പൂണിത്തുറ, ഇടപ്പള്ളി ഷോറൂമുകളിലും അങ്കമാലി, കൊടുങ്ങല്ലൂർ, തൊടുപുഴ, തിരുവല്ല, പുനലൂർ, കോട്ടയം ഷോറൂമുകളിലും ഓഫറുകളുണ്ട്. സ്വർണ്ണാഭരണങ്ങളുടെ പണിക്കൂലിയിൽ 50% വരെ കിഴിവിനൊപ്പം അടുത്ത പർച്ചേസിലും 50% കിഴിവ് ലഭിക്കുന്ന 2025 ഡിസംബർ വരെ സാധുവായ ഒരു അധിക കൂപ്പണും ഉപഭോക്താക്കൾക്ക് ലഭിക്കും. ഡയമണ്ട് ആഭരണങ്ങൾക്ക് ഓരോ ക്യാരറ്റിനും 20,000 രൂപ കിഴിവും സോളിറ്റയേഴ്സിന് 15% വരെ കിഴിവും ലഭിക്കും. വെള്ളി ആഭരണങ്ങൾക്കും ആർട്ടിക്കിൾസിനും പണിക്കൂലിയിൽ 30% വരെ കിഴിവ് ലഭിക്കും. പഴയ സ്വർണം മാറ്റിവാങ്ങുന്നതിന് ഓരോ ഗ്രാമിനും 50 രൂപ അധികം ഭീമ ജുവൽസ് വാഗ്ദാനം ചെയ്യുന്നു. കൂടാതെ ഉപഭോക്താക്കൾക്ക് സ്വർണ്ണ നാണയങ്ങളും മറ്റ് ആവേശകരമായ സമ്മാനങ്ങളും നേടാനുള്ള അവസരങ്ങളും ഉണ്ടായിരിക്കും. ഭീമയുടെ സുവർണ യാത്രയുടെ ഭാഗമായ ഉപഭോക്താക്കളുടെ 100ാം വാർഷികാഘോഷവേളയിൽ ഞങ്ങൾ നന്ദി പറയുന്നുവെന്ന് ഭീമ ജുവൽസ് ചെയർമാൻ ബി ബിന്ദു മാധവ്, മാനേജിംഗ് ഡയറക്ടർ അഭിഷേക് ബിന്ദു മാധവ് എന്നിവർ അറിയിച്ചു. 24 പൂർത്തിയാവുന്നു. നമസ്കാരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.